ദൈവം നിന്നെ വലിയ കാര്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്തും. മത്തായി 21 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അത് ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനമാണ്. യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് ചെല്ലുവിൻ. അവിടെ ഒരു കഴുതയും അതിൻ്റെ കുട്ടിയും കെട്ടിയിരിക്കുന്നത് നിങ്ങൾ കാണും. അതിനെ അഴിച്ച് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. ആരെങ്കിലും നിങ്ങളോട് എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം, കർത്താവിന് അവയെ കൊണ്ട് ആവശ്യമുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ വചനം കേൾക്കാൻ ഇടയായത്? ദൈവത്തിന് നിങ്ങളെ ആവശ്യമുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ വീടിനെ രക്ഷിക്കാൻ നിങ്ങളെയാണ് ദൈവം കണ്ടത്. നിങ്ങളായിരിക്കും ദൈവത്തിൻ്റെ കരങ്ങളിലെ ഒരു ഉപകരണമായി മാറുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയായിരിക്കും വീടിൻ്റെ അത്ഭുതമായും തലമുറകളുടെ രക്ഷയ്ക്കൊക്കെ കാരണമാവുന്നത്. പ്രാർത്ഥന ഉള്ളവനെ ദൈവം നന്മയ്ക്കായി പ്രയോജനപ്പെടുത്തുകയുള്ളൂ. പ്രാർത്ഥിക്കുന്നവനെയാണ് ദൈവം അത്ഭുതമാക്കുന്നത്. പ്രാർത്ഥിക്കുന്നവനെയാണ് ദൈവം ചില കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുന്നവന്റെ കരങ്ങളിലാണ് ദൈവം അത്ഭുതങ്ങളുടെ താക്കോൽ നൽകുകയുള്ളൂ. ദൈവം ചിലരെ തിരഞ്ഞെടുക്കും. ആരെങ്കിലും ചോദിച്ചാൽ പറയണം, കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട്. എന്തുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങൾ കാണാൻ ഇടയായത്? ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതി ഉള്ളതുകൊണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ മൂലം ഈ വചനം അനേകം പേർ കേട്ടത്? നിങ്ങൾ മൂലം ഈ വചനം അനേകം പേരിലൂടെ അവിടെ എത്തണമെന്ന് ഒരു പദ്ധതി ഉള്ളതുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നിങ്ങളെ ആവശ്യമുണ്ട്. ഇല്ലെങ്കിൽ പണ്ടേ നിങ്ങൾ തകർന്നു പോയേനെ, പരാജയപ്പെട്ടു പോയേനെ. ദൈവത്തിന് നിന്നെ ആവശ്യമുള്ളതുകൊണ്ടാണ് ആരുടെയൊക്കെയുള്ള പ്രാർത്ഥന കൊണ്ട് നിങ്ങളിന്ന് ഇവിടം വരെ എത്തിയത്. ദൈവം നിന്നെ വലിയ കാര്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്തും. ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ബലഹീനനായ കുറവുള്ള എന്നെക്കൊണ്ട് എന്താവശ്യമാണ് കർത്താവിന് ഉള്ളത്? കഴുതയെ കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ടായിരുന്നെങ്കിൽ നിങ്ങളെക്കൊണ്ട് അതിനേക്കാൾ വലിയ ആവശ്യമുണ്ട്. നമ്മുടെ കാഴ്ചപ്പാടിൽ നാം ബലഹീനരായിരിക്കും. എന്നാൽ ദൈവത്തിന് ആവശ്യം ബലഹീനരെയാണ്. കാരണം ദൈവത്തിന് ഒരു പദ്ധതി അവരുടെ മേലുണ്ട്.